നമസ്കാരം. അങ്ങനെ CPM-ന് ബോധോദയമുണ്ടായി എന്ന് പറയുന്നതാണ് ശരി. CPM എന്ന് പറയുമ്പോൾ CPM-നെ മൊത്തത്തിൽ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM-നെ നയിക്കുന്നതും CPM-ൻ്റെ തലയും എല്ലാം ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും CPM-ന് ബോധോദയം ഉണ്ടായില്ല, പിണറായി വിജയന് ബോധോദയം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. എങ്ങനെയാണ് എന്നുള്ളതല്ലേ നമ്മുടെ മുന്നിലുള്ള അടുത്ത ചോദ്യം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ വിദ്വേഷിയെ തൽക്കാലം പിന്തുണയ്ക്കേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് അവരെത്തിച്ചേരുന്നു എന്നുള്ളതാണ് നല്ല കാര്യം. ചൊറിഞ്ഞു തുടങ്ങി, അത് തന്നെ കാരണം. ഇവിടെ ഇത്രയും കാലം ഒരു സമുദായത്തെ മുഴുവൻ ചൊറിഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാളെ എടുത്ത് തലയിൽ കയറ്റി വെച്ച് 1-ാം നമ്പർ കാറിനകത്ത് കയറ്റി ഈ ഉലകം മുഴുവൻ ചുറ്റിയ സമയത്ത് എന്തുകൊണ്ടാണ് പിണറായി വിജയന് ഈ ബോധോദയം നേരത്തെ ഉണ്ടാകാതിരുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്ത് കാര്യത്തിനായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു പിടുത്തവുമില്ല. ഇവിടെ നമുക്കറിയാം, സമുദായത്തിന് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല, അതില്ലേ ഇല്ല. ഇത് കൂടാതെ മലപ്പുറത്തെക്കുറിച്ചും ന്യൂനപക്ഷത്തെക്കുറിച്ചും അനാവശ്യമായി ഓരോ വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശനെ എടുത്ത് തലയിൽ വെച്ചു പിണറായി വിജയൻ, അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി. അയാൾ പറഞ്ഞ നെറികേടുകൾക്ക് ഇപ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇതൊന്നും പറ്റത്തില്ല കേട്ടോ എന്നൊരു വാക്ക് പറയാൻ ഇരട്ടച്ചങ്കുണ്ടായിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് കഴിയാതെ പോയി. അത് പാർട്ടിയിൽ തിരിച്ചടിയായി, സ്വാഭാവികം. അത് തിരിച്ചടി കിട്ടിയിരിക്കും. തിരിച്ചടി കിട്ടാതെ പോകുന്ന കാര്യമേ അല്ല അത്. അതിന് ജനം കൊടുത്ത മറുപടി തന്നെയാണിത്. ന്യൂനപക്ഷങ്ങളെല്ലാം നേരെ തിരിഞ്ഞു, ന്യൂനപക്ഷം തിരിഞ്ഞു. കാരണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തോളെ ചുമന്ന് നടക്കുന്ന ഒരാൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത് പാർട്ടിക്കെതിരായി വരുമല്ലോ. CPM എന്താ കരുതിയേ? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നിടത്ത് കൊണ്ടിട്ട് വോട്ട് ചെയ്യുമെന്നാണോ CPM നേതൃത്വം കരുതിയത്? അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷ് കരുതിയത് അങ്ങനെയായിരുന്നോ? ഗോവിന്ദൻ മാഷിനും കാര്യങ്ങളും കൊണ്ട് വ്യക്തമായിട്ടില്ല. ഗോവിന്ദൻ മാഷ് അമ്പേ പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഗോവിന്ദൻ മാഷിന് പോലും കാര്യങ്ങൾ വ്യക്തമായില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയാൻ പാടില്ല എന്നൊരു വാക്ക് വെള്ളാപ്പള്ളിക്കെതിരെ എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല? ഈഴവരുടെ വോട്ടൊക്കെ നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടോ? എന്നിട്ട് ഈഴവ വോട്ടുകളെല്ലാം വന്ന് CPM-ലേക്ക് അടിഞ്ഞു കൂടിയോ? ഇല്ല. അപ്പോൾ ഇവിടെയാണ് യഥാർത്ഥ പ്രശ്നം. ഇപ്പം നോവാനുള്ള കാരണം എന്താ? വെള്ളാപ്പള്ളിയെ താങ്ങിയത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്നുള്ള കാര്യം പാർട്ടിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് മനസ്സിലായി. ഇതുകൂടാതെ ഇപ്പോൾ AN ഷംസീറിനെ കുറിച്ച് അനാവശ്യമായി അദ്ദേഹത്തെ ലീഗുകാരനാക്കി പ്രസ്താവിച്ചു. ഓക്കെ, അപ്പോഴാണ് പാർട്ടിക്ക് അങ്ങോട്ട് കുത്തലുണ്ടായത്. CPM-ന് ഷംസീറിനെ അങ്ങനെ വിളിച്ചു. ഇതേ ഷംസീറിനെ തന്നെയാണല്ലോ CPM എന്ന് പറയുന്ന പാർട്ടി അങ്ങ് മാറ്റി നിർത്തിയത്, ഒരു സീറ്റ് പോലും കൊടുക്കാതെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഷംസീറിനെ പറഞ്ഞപ്പോൾ, ഷംസീറിനെ മുസ്ലിം ലീഗുകാരെന്ന് വിളിച്ചപ്പോൾ എവിടെയോ കിടന്ന വിഷാദവും വിഷമവും കലിപ്പും എല്ലാം കൊണ്ട് ഉണർന്നു വന്നു. ഇനിയും വെള്ളാപ്പള്ളിയെ പിന്താങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. നല്ല കാര്യമാണ്, അത് നല്ല കാര്യമാണ്. ഇതിനെയൊക്കെ പിന്താങ്ങുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഈഴവ വോട്ടുകൾ കിട്ടിയിട്ടില്ല. കാരണം എന്താ? ഈഴവർക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഈഴവർക്ക് ഇഷ്ടമില്ലാത്ത വെള്ളാപ്പള്ളി നടേശനെ ചുമന്നുകൊണ്ട് നടക്കാനുള്ള ഒരു ബാധ്യത. കാരണം എന്താണ്? നമുക്കറിയാം, ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടുത്തെ സംഘപരിവാറുകാരനാണ് എന്ന് ഒരു അക്ഷരത്തെറ്റില്ലാതെ പറയാൻ പറ്റും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ്റെ ആലപ്പുഴ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആരാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇതേ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ മുക്തകണ്ഠം പ്രശംസിച്ചത് നമ്മൾ കേട്ടതാണ്. പ്രീതി നടേശൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താ? വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ ഏറ്റവും വലിയ മതേതരവാദിയാണ് എന്ന് കരുതുന്നുണ്ടോ? മതേതരവാദി ആണ്. ആര്? ശ്രീനാരായണ ഗുരുദേവൻ, അല്ലാതെ വേറെ ആരുമല്ല. അല്ല എന്നുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളിൽ അല്ലെങ്കിൽ അടിസ്ഥാനമാക്കി ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട്. അവർ മതേതരന്മാരാണ്, മതനിരപേക്ഷതയുള്ളവരാണ്, അല്ലെങ്കിൽ ജാതീയതയോ വർഗീയതയോ ലെവലേഷൻ തൊട്ട് തെറിക്കാത്തവരാണ് എന്ന് പറയേണ്ടി വരും. അല്ലാതെ വെള്ളാപ്പള്ളി നടേശനല്ല. വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ആയിരുന്നെങ്കിൽ BDJS എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ച് സ്വന്തം പുത്രനെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി തോന്നിവാസം, അതായത് ഇവിടുത്തെ കേരളത്തിൻ്റെ മതേതര മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ ഇറക്കില്ലായിരുന്നു. അത് 100% ഉറപ്പാണ്. NDAയിലേക്ക് കൊണ്ടും തലവെച്ച് കൊടുക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നെങ്കിൽ. അപ്പം വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ല, സ്വന്തം സമുദായത്തോട് പോലും ആത്മാർത്ഥതയില്ല, ഇവിടുത്തെ പൊതുജനങ്ങളോട് ആത്മാർത്ഥതയുണ്ടോ അതുമില്ല, ന്യൂനപക്ഷങ്ങളെ കണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുവിടാം. ഇയാളെയാണ്, ഈ വെള്ളാപ്പള്ളി നടേശനെയാണ് പിണറായി വിജയനും ഇവിടുത്തെ CPM-കാരുടെ പൊക്കിയെടുത്ത് തല ചുമന്നുകൊണ്ട് നടന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് CPM-ൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് മനസ്സിലാവുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ഇല്ലായിരുന്നെങ്കിൽ
വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ തോന്നിവാസങ്ങൾക്ക് മൗനാനുവാദം നൽകിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM മൂന്നാം വട്ടവും കേരളം ഭരിച്ചേനെ. ഈ വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് കണിച്ചുകുളങ്ങര അരമനയിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ഇവിടെ CPM തുടർഭരണം വരും, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി, എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ഈ വാക്കിലെല്ലാം അങ്ങ് വിശ്വസിച്ചു. വെള്ളാപ്പള്ളി പറയുമ്പോൾ വെള്ളാപ്പള്ളി പ്രവചന സിംഹം വല്ലതും ആയിരുന്നോ? അല്ലല്ലോ. അപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നതനുസരിച്ചിട്ട് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുമോ? തോന്നലാണെന്നേ. സ്വന്തം സമുദായത്തെ കബളിപ്പിക്കുന്ന ഒരാളല്ലേ വെള്ളാപ്പള്ളി നടേശൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ നിന്നും അതോടൊപ്പം തന്നെ പ്രാതിനിധ്യ വോട്ടവകാശം അടക്കമുള്ള അദ്ദേഹത്തിന്റെ പേരിൽ കിടക്കുന്ന നിരവധിയായ ക്രിമിനൽ ഒഫൻസുകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അതത് ഭരണവർഗത്തെ ചാരി സുഖിപ്പിച്ച് കാലിൽ എണ്ണയിട്ട് കൊടുക്കുന്ന ഒരു സമീപനം ഉള്ള ഒരാളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെയാണ് പിന്താങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ തെറ്റ് മനസ്സിലായി. എന്താ? പാർട്ടിക്കെതിരെ കുറച്ച് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. CPM-ലെ നേതാക്കന്മാരെ ലീഗുകാരാക്കി വിമർശിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ പാർട്ടിക്ക് നൊന്തു തുടങ്ങി. ഇനി നാളെ ഇതേ വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെതിരായിട്ട് അടുത്ത ആക്രമണം അഴിച്ചുവിടും. പിന്താങ്ങേണ്ടതില്ല എന്ന തീരുമാനം വന്നു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ എന്തും പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെള്ളാപ്പള്ളി നാളെ മുതൽ വീണ്ടും പിണറായി വിജയനെതിരായി അക്രമം അഴിച്ചുവിട്ടു തുടങ്ങും. അപ്പോൾ അങ്ങനെ അക്രമം അഴിച്ചുവിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? വളരെ സിമ്പിളായി കാര്യങ്ങൾ. വീണ്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഇയാളെ ധിക്കരിക്കേണ്ടി വരും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം കിടന്ന് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത്തരത്തിൽ, അതായത് ഒരു അർഹതയുമില്ലാത്ത ആളുകളെ തലയിൽ ചുമന്ന് നടന്നതിൻ്റെ പരിണിത ഫലമാണ് സത്യത്തിൽ ഇന്ന് CPM എന്ന് പറയുന്ന പാർട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പാർട്ടിക്കുണ്ടായ പേരുദോഷം വളരെ വലുതാണ്. അതായത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CPM ഈ വെള്ളാപ്പള്ളിയെ ചുമന്നതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധർ ആണ് എന്ന് പറയുന്ന ഒരു വലിയ സൂചനയുണ്ടായി. സ്വാഭാവികമാണത്. സ്വാഭാവികമെന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്വാഭാവികമാണ്. ഇവിടെ ഇടതുപക്ഷക്കാരെ ന്യൂനപക്ഷ വിരുദ്ധരായിരുന്നോ? എന്നാൽ അല്ല. ഇടതുപക്ഷത്തുള്ള എല്ലാവരും ന്യൂനപക്ഷ വിരുദ്ധരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷത്തോട് ആഭിമുഖ്യമുള്ളവരുമായിരുന്നു CPM എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇവിടെ പറ്റിപ്പോയ എന്താ? ഇവിടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് സംഘപരിവാറിൻ്റെ പാളയത്തിൽ കിടക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ വന്നിട്ട് CPM-നെ സൂപ്പിക്കാൻ വേണ്ടി ഇമാതിരി ഡയലോഗ് അടിക്കും. അല്ലെങ്കിൽ എന്തിനാണ് സൂപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിൽ കിടക്കുന്ന ചില കേസുകളിൽ തീരുമാനമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. എന്നിട്ട് പാർട്ടിക്ക് മനസ്സിലായില്ല. ഇവിടെ മലപ്പുറം അടക്കമുള്ള മലബാർ മേഖലകളിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നേ. ആ സ്വാധീനമുള്ള മേഖലയിൽ തങ്ങൾക്ക് വോട്ട് വേണമെന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് പാർട്ടി ചിന്തിക്കാതെ ഈ ന്യൂനപക്ഷ വിരുദ്ധനായ വെള്ളാപ്പള്ളിയെ തലയിൽ ചുമന്നു. സ്വാഭാവികമായും CPM എന്ന് പറയുന്ന പാർട്ടി ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയായി മാറി. എതിര് നിന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചില്ല. അതുകൊണ്ട് അങ്ങനെ CPM ന്യൂനപക്ഷ വിരുദ്ധനായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി പാർട്ടി തലത്തിലും, അതായത് CPM താഴേക്കിടയിലുള്ള എല്ലാ നേതൃത്വത്തിലേക്കും ഇത് പാസ് ചെയ്യാൻ പോവാം. നമ്മൾ ഇനി വെള്ളാപ്പള്ളിയായിട്ട് യാതൊരു മമതയുമില്ല, വെള്ളാപ്പള്ളി നമ്മുടെ ആളെയല്ല, വെള്ളാപ്പള്ളിയായിട്ട് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല, ഞങ്ങൾ പാടെ തള്ളിക്കളയുന്നു. ഇത് നേരത്തെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ CPM-ന് ഇത്രയും വലിയൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതെങ്കിലും പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവ് വെള്ളാപ്പള്ളിയുടെ അത്തരം പ്രസ്താവനകളെ തള്ളിക്കളയുകയോ വെള്ളാപ്പള്ളിയെ തന്നെ ഞങ്ങൾ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവും ചങ്കൂറ്റവും കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ CPM-ന് ഇതുപോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടുണ്ടാകില്ലായിരുന്നു, ഗതികേടുണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം.